കഴിഞ്ഞ 5 വർഷത്തെ മലയാളത്തിലെ ഹിറ്റ് ചാർട്ട് പരിശോധിച്ചാൽ അതിൽ ഇടം പിടിച്ചിട്ടുള്ള ഭൂരിപക്ഷ സിനിമകളും ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് കാണാം. ത്രില്ലർ സിനിമകളിൽ തന്നെ പോലീസ് സിനിമകളോട് എല്ലാ കാലത്തും മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേക പ്രിയമുണ്ട്. 2025ലും സ്ഥിതി വ്യത്യസ്തമല്ല. കാക്കിക്കരുത്തിൽ മുന്നേറുകയാണ് മലയാള സിനിമ. 2025ലെ ആദ്യ 2 മാസങ്ങൾ പിന്നിടുമ്പോൾ ആസിഫ് അലി പോലീസ് വേഷത്തിലെത്തിയ രേഖാ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയപ്പോൾ കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. നിരൂപക പ്രശംസ നേടിയ മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സണുമുണ്ട് പോലീസ് കണക്ഷൻ. ടോവിനോ തോമസ് പോലീസ് വേഷത്തിൽ എത്തുന്ന അനുരാജ് മനോഹർ ചിത്രം നരിവേട്ട റിലീസിംഗിന് തയ്യാറെടുക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. മലയാളത്തിന് അത്ര സുപരിചിതമല്ലാത്ത ഇതര ചരിത്ര വിഭാഗത്തിലൂടെ കഥ പറഞ്ഞ് 2025ലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരിക്കുകയാണ് രേഖാചിത്രം. 75 കോടിയിലധികം ബിസിനസ്സാണ് രേഖാചിത്രം ആഗോളതലത്തിൽ ഇതിനോടകം നേടിക്കഴിഞ്ഞത്. രാമു സുനിലിന്റെ തിരക്കഥയിൽ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രം കാതോട് കാതാരം എന്ന സിനിമയുടെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമുള്ള സമർപ്പണം കൂടിയായി മാറിയിരുന്നു. OTTയിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ആസിഫ് അലിയുടെ മറ്റൊരു വ്യത്യസ്ത പോലീസ് വേഷത്തിനും രേഖാചിത്രം വേദിയായി. ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായിരുന്ന CI വിവേകിനെയാണ് രേഖാചിത്രത്തിൽ ആസിഫ് അലി അവതരിപ്പിച്ചത്. സസ്പെൻഷൻ കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം ചാർജ് എടുക്കുന്നത് മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലായിരുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ബൂഗൻവില്ലയിലെ പ്രതിനായക കഥാപാത്രത്തിന് ശേഷം ചാക്കോച്ചൻ തകർത്താടിയ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഷാഹി കബീറിന്റെ തന്നെ രചനയിൽ പുറത്തു വന്ന നായാട്ടിലായിരുന്നു ചാക്കോച്ചൻ അവസാനമായി കാക്കിക്കുപ്പായം അണിഞ്ഞത്. നായാട്ടിലെ പ്രവീൺ മൈക്കിളിനേക്കാൾ ഒരു പിടി മുകളിൽ നിൽക്കുന്ന കഥാപാത്രമായിരുന്നു ഓഫീസറിലെ ഹരിശങ്കർ. ഒരേ സമയം ക്ഷിപ്രകോപിയും സത്യസന്ധനും നീതിമാനുമായ ഉദ്യോഗസ്ഥനായാണ് കുഞ്ചാക്കോ ബോബൻ ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. റിലീസിന് തയ്യാറെടുക്കുന്ന മറ്റൊരു പോലീസ് ചിത്രം ടോവിനോ തോമസ് നായകനായി എത്തുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ നരിവേട്ടയാണ്. ഇഷ്കിന്റെ സംവിധായകൻ അനുരാജ് മനോഹർ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുന്നുവെന്ന പ്രത്യേകതയും നരിവേട്ടയ്ക്കുണ്ട്. കല്യാശ്ശേരി തിസിസ് എന്ന ആദ്യ കഥാസമാഹാരത്തിലൂടെ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയ അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്. ചിത്രത്തിന്റെ ഡബ്ബിംഗ് വരെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. ടോവിനോ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായി എത്തുന്ന നരിവേട്ട മികച്ചൊരു പൊളിറ്റിക്കൽ ത്രില്ലറായി മാറുമെന്ന് പ്രതീക്ഷിക്കാം.